ഹൃദയത്തെ ജ്വലിപ്പിക്കുന്ന വിശുദ്ധ കുർബാനയുടെ ജീവിതാനുഭവങ്ങൾ, കാൽവരി ബലിയുടെ സ്നേഹാനുഭവങ്ങൾ. ഇത് കൊല്ലം രൂപതാംഗവും നീണ്ടകര ബിഷപ്പ് ബെൻസിംഗർ പഞ്ചകർമ്മ ആയുർവേദിക് സെന്റർ അസോസിയേറ്റ് ഡയറക്ടറുമായ ഫാദർ ഫിൽസൺ ഫ്രാൻസിസ് തന്റെ ജീവിതത്തിൽ ദിവ്യകാരുണ്യനാഥൻ നൽകിയ സ്നേഹാനുഭവങ്ങൾ ഫിൽസൺ അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഞാൻ ഫാദർ ഫിൽസൺ ഫ്രാൻസിസ്, കൊല്ലം രൂപത അംഗമാണ്. 2010 ആഗോള കത്തോലിക്ക തിരുസഭ പൗരോഹിത്യ വർഷം ആചരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ മറ്റ് 9 കൂട്ടുകാരോടൊപ്പം കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് ഏപ്രിൽ 20, 2010 പൗരോഹിത്യം സ്വീകരിച്ചു. 13 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഏതാണ്ട് 6ഓളം ഇടവകളിൽ സേവനം ചെയ്തു. കൊല്ലം രൂപതയുടെ ബൈബിൾ കമ്മീഷൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് സേവനം ചെയ്തിരുന്നു. നിലവിൽ കൊല്ലം രൂപതയുടെ തന്നെ ബിഷപ്പ് ബെൻസിയർ ഹോസ്പിറ്റലിൻ്റെ ഭാഗമായ ബെൻസിയർ പഞ്ചകർമ്മ ആയുർവേദ സെൻ്ററിൻ്റെ ഇൻചാർജായും രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടറായും രൂപതയുടെ തന്നെ മുഖപത്രമായ വിശ്വധർമ്മത്തിൻ്റെ അസോസിയേറ്റ് എഡിറ്ററുമായും സേവനം ചെയ്തു വരുന്നു. ദിവ്യകാരുണ്യനാഥനോടുള്ള വലിയ സ്നേഹത്തിനായിരിക്കുവാൻ സാധിക്കും എന്നത് തന്നെയാണ് പൗരോഹിത്യത്തിൽ എന്നെ കൂടുതൽ ആകർഷിച്ചതും എന്നെ കൂടുതൽ ഊർജ്ജസ്വലനായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായിട്ടുള്ള പ്രധാന ഘടകം. എൻ്റെ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയും 2 അനുജന്മാരും, ഒരു അനുജൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. എൻ്റെ ഇടവക സെയിൻറ്റ് ജോർജ് അരവിള ഇടവകയാണെങ്കിലും അതിന് അടുത്തുള്ള വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നാമധേയത്തിലുള്ള തീർത്ഥാടന കേന്ദ്രമായ കുരിപ്പുഴ ദേവാലയത്തിനോട് ചേർന്നാണ് എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത്, പുതിയ വീട് സ്ഥിതി ചെയ്യുന്നത്. അമ്മച്ചിയുടെ ഇടവകയാണത്. അവിടെ ആയിരിക്കുന്ന സമയത്ത് ദേവാലയ ഗാനശുശ്രൂഷയിലും മറ്റു കാര്യങ്ങളിലും എല്ലാം അമ്മച്ചിയുടെ ബാല്യകാലത്തിലൊക്കെ സഹായിച്ചതിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പള്ളിയോട് അടുത്ത് ചേർന്ന് ജീവിക്കുക എന്ന് പറയപ്പെടുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെയാണ് ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും കാണുന്നത്. പള്ളിയോട് അടുത്ത് ചേർന്ന് ജീവിക്കുക എന്നുള്ള വലിയ സ്വപ്നം മനസ്സിലുണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ദേവാലയ മണിമുഴക്കങ്ങൾ തന്നെയാണ്. എപ്പോഴും ദേവാലയ മണിമുഴക്കം കേൾക്കുമ്പോൾ ദിവ്യകാരുണ്യനാഥൻ പള്ളിക്കുള്ളിൽ നിന്ന് വിശ്വാസികളെ അടുത്തേക്ക് വിളിക്കുന്ന സ്വരമായിട്ടാണ് തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഞാൻ പഠിച്ച സ്കൂളും ഒരു പള്ളിക്ക് അരികിൽ തന്നെ ആയതുകൊണ്ട് മിക്കവാറും പള്ളിമണി സ്കൂളിലിരിക്കുമ്പോൾ നിരന്തരം കേൾക്കാനായിട്ട് സാധിക്കുമായിരുന്നു. ആ ദിവ്യകാരുണ്യനാഥൻ്റെ ഞാനിവിടെ ഉണ്ട്, ഇങ്ങോട്ട് വരിക എന്നുള്ളൊരു ക്ഷണം, അതാണ് കൂടുതൽ ദേവാലയ പരിസരത്തായിരിക്കാനും ദേവാലയത്തിനുള്ളിലായിരിക്കാനും ഒക്കെ മനസ്സിൽ കൂടുതൽ ആഗ്രഹങ്ങൾ ജനിപ്പിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവവിളിക്ക് കാരണമായി മാറിയതും അതുതന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ബാല്യകാലത്തൊക്കെ പള്ളിക്ക് കുറച്ച് അകലെയൊക്കെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നതെങ്കിലും സെമിനാരി പഠനം ആരംഭിച്ചതിന് ശേഷം വികാരിയച്ചന്മാരോടൊപ്പം ഒക്കെ ആയിരിക്കുന്ന സമയത്ത് പള്ളിമേടയിലായിരിക്കുമ്പോൾ രാവിലെ പള്ളിമണി കേട്ട് ഉണർന്നെഴുന്നേൽക്കാൻ സാധിക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് ആ പള്ളിമണി കേൾക്കുന്നതും ഓരോ ദിവ്യബലിക്ക് മുമ്പും ഒക്കെ കേൾക്കുന്നതും ഒക്കെ ഹൃദയത്തെ മനസ്സിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ദിവ്യകാരുണ്യനാഥൻ്റെ വലിയ സ്നേഹമായിട്ട് ആ മണിമുഴക്കങ്ങൾ ഉള്ളിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നു. ആ മണിമുഴക്കം എന്നും കേൾക്കാൻ സാധിക്കും, മരണം വരെയും അത് കേൾക്കാൻ സാധിക്കും എന്നത് തന്നെയാണ് പൗരോഹിത്യ ജീവിതത്തിൻ്റെ വലിയ അനുഗ്രഹമായി ഞാൻ കാണുന്നത്. കാരണം ദിവ്യകാരുണ്യനാഥൻ ഇവിടെയുണ്ട്, ആ നാഥനോടൊപ്പം ചേർന്നിരിക്കാൻ സാധിക്കും എന്നതാണ് പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് തന്നെ സെമിനാരിയിൽ ചേർന്നതിന് ശേഷം എടുത്ത തീരുമാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, മരണം വരെ ഒരിക്കലും ദിവ്യബലി മുടങ്ങുകയോ ദിവ്യകാരുണ്യ സ്വീകരണം ഇല്ലാതെ ഒരു ദിവസവും കടന്നു പോവുകയോ ചെയ്യുകയില്ലെന്നുള്ളതായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ 13 വർഷം സെമിനാരി പഠിച്ചപ്പോഴും അത് കഴിഞ്ഞ് പൗരോഹിത്യം സ്വീകരിച്ച് 13 വർഷം പൂർത്തീകരിക്കുമ്പോഴും മൊത്തം 26 വർഷത്തിന് ഇടയിൽ 2 ദിവസങ്ങൾ മാത്രമേ ഒരു യാത്രയുമായി ബന്ധപ്പെട്ടും ഒരു ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടും ദിവ്യബലിയിൽ പങ്കെടുക്കാനും ദിവ്യകാരുണ്യം സ്വീകരിക്കാനും സാധിക്കാതെ പോയിട്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസങ്ങളും ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും നിർബന്ധമായും കുമ്പസാരിച്ച് വിശുദ്ധിയോടുകൂടി സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുമുണ്ട്. ചില സന്ദർഭങ്ങളിൽ സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിലും വലിയ മനസ്താപത്തോടുകൂടി കുമ്പസാരിച്ച് പിന്നീട് കുർബാന സ്വീകരിച്ച് ആ ഒരു ശീലത്തിൽ തുടരാനായിട്ട് ശ്രമിക്കാറുമുണ്ട്. ഇനിയും മരണം വരെ ദിവ്യകാരുണ്യനാഥനോടുള്ള വലിയ സ്നേഹത്തിനായിരിക്കാൻ
ഈ കുമ്പസാരം എന്ന കുദാശയിലൂടെയും സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല, ദിവ്യകാരുണ്യ നാഥനെ മറ്റൊരാളുടെ സഹായമില്ലാതെ ദിവ്യബലി അർപ്പിച്ച് സ്വീകരിക്കാൻ സാധിക്കുന്നു എന്നതാണ് പൗരോഹിത്യത്തിൻ്റെ വലിയ അനുഗ്രഹം എന്നായി കാണുന്നത്. പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടത്തിലൊക്കെ പലർക്കും കുർബാനയ്ക്ക് വേണ്ടി ദാഹിക്കുമ്പോഴും കുർബാന കിട്ടാതിരിക്കുമ്പോഴും ഒരു പുരോഹിതനായതിൻ്റെ പേരിൽ മറ്റാരെയും ആശ്രയിക്കാതെ ഒറ്റയ്ക്ക് കുർബാന ചൊല്ലി ആ ദിവ്യാനനാഥനെ സ്വീകരിക്കാൻ സാധിക്കുന്നു എന്ന പൗരോഹിത്യത്തിൻ്റെ വലിയ വിലയും മഹത്വവും ആ കാലഘട്ടത്തിൽ തിരിച്ചറിയുകയും ചെയ്തു. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ദിവ്യകാരുണ്യനാഥൻ വസിക്കുന്ന സക്രാരി, ആ സക്രാരിയുടെ സന്നിധി ഗുരുസന്നിധിയായിട്ടാണ് എക്കാലവും അനുഭവപ്പെട്ടിട്ടുള്ളത്. സെമിനാരി പഠന കാലഘട്ടത്തിൽ ദിവ്യകാരുണ്യനാഥനെ സ്നേഹത്തോടുകൂടി ചെന്ന് ദിവ്യാനനാഥനോടൊപ്പം ആയിരിക്കുവാനും ദിവ്യാനനാഥൻ പറയുന്നത് കേൾക്കുവാനുമായിട്ടൊക്കെ ഒരുപാട് അവസരങ്ങൾ ലഭിക്കുമായിരുന്നു. ആലുവ കർമ്മലഗിരി സെമിനാരിയിൽ മൊത്തം ബിൽഡിങ്ങിൽ ഫിലോസഫി, തിയോളജി ബ്ലോക്കുകളൊക്കെ ഉൾക്കൊള്ളുന്ന ബിൽഡിങ്ങുകളെല്ലാം കൂടെ ചേർത്തെടുത്തു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് തന്നെ ഏതാണ്ട് 8 or 9 ചാപ്പലുകൾ വലുതും ചെറുതുമായിട്ട് ആ സെമിനാരിക്കുള്ളിലുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളതുമായൊരു ചാപ്പലാണ് അഡറേഷൻ ചാപ്പൽ. അവിടെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോയിരിക്കാം. ആ സക്രാരി തുറന്ന് ദിവ്യകാരുണ്യനാഥനെ കാണാനുള്ള അനുവാദം ബ്രദേഴ്സിന് റെക്ടറേഴ്സ് നൽകിയിട്ടുണ്ട്. അങ്ങനെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ആയിരിക്കുവാനും ഒരുപാട് വിഷമങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒക്കെ തോന്നുന്ന സമയത്ത് ദിവ്യകാരുണ്യനാഥൻ്റെ അരികിൽ ചെന്ന് ഈശോ എന്ത് പറയുന്നു എന്ന് കേൾക്കാനുള്ളൊരു മനസ്സൊക്കെ ആ കാലത്ത് വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി വളരെ ഭംഗിയായിട്ട് ഓർത്തിരിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഏറ്റവും പഠിക്കാൻ പാടുള്ള വിഷയങ്ങൾ പഠിക്കാനായിട്ട് ഒട്ടും പറ്റാതേക്ക് വരുമ്പോൾ, തിയോളജിയിലൊക്കെ പഠിക്കാൻ പറ്റാതെ വരുമ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ കെട്ടിപ്പിറക്കിയെടുത്ത് ചാപ്പലിനകത്ത് പോയിരുന്ന് കുർബാനയുടെ മുമ്പിലിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്കോടെ വിജയിക്കാൻ സാധിച്ചതിനെ ഇപ്പോൾ നന്ദിപൂർവ്വം ഓർക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വരാപ്പുഴ രൂപയുള്ളൊരു കൂട്ടുകാരൻ അച്ഛനുമായിട്ട് ഞങ്ങൾ അച്ഛന്മാർ ഡിക്ലറേഷൻ ഫോം എഴുതി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പൗരോഹിത്യം സ്വീകരിക്കാൻ, ഡീക്കൻ പട്ടം സ്വീകരിക്കാനായിട്ട് എൻ്റെ മനസ്സാൽ ഉറപ്പിച്ചു എന്ന് വ്യക്തമാക്കുന്ന സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പുവെച്ച ഡിക്ലറേഷൻ ഫോം ഞാനും എൻ്റെ ആ കൂട്ടുകാരൻ്റെ അച്ഛനും ജൽസൺ അച്ഛനും ചേർന്ന് മിക്കവാറും ആ ഡിക്ലറേഷൻ ഫോം ഓരോ സമയത്തുമുള്ള ഡിക്ലറേഷൻ ഫോം എഴുതാൻ പോയിരുന്നത് കർത്താവിൻ ദിവ്യകാരുണ്യം പങ്കുവെച്ച് നൽകുന്ന അൾത്താര മേശയുടെ ഒരു വശത്ത് പോയി അവിടെ വെച്ചാണ് ആ ഡിക്ലറേഷൻ ഫോം എഴുതിയിരുന്നത്. കാരണം ഈശോയുടെ കയ്യിൽ വെച്ച് ആ അപ്പം മുറിയുന്ന അൾത്താരയിൽ വെച്ച് എഴുതുമ്പോൾ ഈശോയുടെ കയ്യിൽ വെച്ച് ആ ഡിക്ലറേഷൻ ഫോം എഴുതിയിരുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനുശേഷം ഈ ദിവ്യകാരുണ്യനാഥനെ എന്നും ജനങ്ങൾക്ക് പങ്കുവയ്ക്കിച്ച് നൽകാൻ സാധിക്കുന്ന രീതിയിൽ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴും ഇതേ ഓർമ്മകളൊക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ആയിരിക്കുന്നത് ബിഷപ്പ് ബെൻസിയർ പഞ്ചകർമ്മ സെന്ററിലെ ചാപ്പലിലാണ്. ശ്രേയസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കൊല്ലത്തെത്തുമ്പോൾ ഇവിടുത്തെ ചാപ്പലിൽ ഞാൻ എൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിന് മുമ്പ് തന്നെ ഡീക്കനായിരിക്കുമ്പോൾ അഭിനന്ദ പിതാവ് ശാന്തി റോമൻ പിതാവിൻ അന്ന് നിയോഗിച്ചതനുസരിച്ച് ട്രിവാൻഡ്രം പ്രോവിൻസിലുള്ള റീജൻസി ബ്രദേഴ്സിന് വേണ്ടിയുള്ളൊരു പ്രത്യേക കോഴ്സ് നടക്കുന്നുണ്ടായിരുന്നു. അവരെ നോക്കാനായിട്ട് ഒരു ചുമതലയുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഇവിടെ ഈ ചാപ്പലിലാണ് ഡീക്കൻ കാലഘട്ടത്തിൽ കുറേ സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കാൻ സാധിച്ചിട്ടുള്ളത്. അന്ന് തുടങ്ങിയൊരു ശീലം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഈ സക്രാരിക്ക് അരികിലിരുന്നു കൊണ്ടാണ് മിക്കപ്പോഴും എൻ്റെ പ്രസംഗങ്ങളും
പഠനങ്ങളും ഒക്കെ ഞാൻ ഒരുങ്ങാറുള്ളത്. ഏതാനും ചില പുസ്തകങ്ങൾ എഴുതാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ എഴുതിയതും ഇതുപോലെ തന്നെ അൾത്താരയ്ക്ക് മുമ്പിലിരുന്നാണ്, സക്രാരിക്ക് മുമ്പിലിരുന്നാണ്. ഇവിടെ നിന്ന് ഡീക്കൻ ശുശ്രൂഷ പൂർത്തീകരിച്ച് പൗരോഹിത്യം സ്വീകരിച്ച് ദേവാലയങ്ങളിലായിരിക്കുന്ന സമയത്തും ആളൊഴിഞ്ഞ സമയത്ത് അടച്ചിട്ട പള്ളിക്കുള്ളിൽ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലിരുന്നാണ് മിക്കപ്പോഴും ഞാൻ എഴുതിയ മിക്ക പുസ്തകങ്ങളും ഞാൻ എഴുതി തീർത്തിട്ടുള്ളതും. ഞാൻ ഒരുങ്ങി പറഞ്ഞ് മനുഷ്യരെ സ്പർശിച്ചു എന്ന് എനിക്ക് ഉറപ്പുള്ള, പലരും തിരിച്ച് പറഞ്ഞിട്ടുള്ള, ഹൃദയത്തിൽ സ്പർശിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പല പ്രസംഗങ്ങളും കൃത്യമായിട്ടും ഒരുങ്ങിയതും അൾത്താരയ്ക്ക് മുമ്പിലിരുന്നാണ്. ആലുവ സെമിനാരിൽ പഠിക്കുമ്പോൾ എൻ്റെ സ്പിരിച്വൽ ഫാദർ ആയിരുന്ന ജോഷി മയ്യാട്ടി അച്ഛൻ ഡീക്കൻ പഠനമൊക്കെ പൂർത്തീകരിച്ച് പൗരോഹിത്യം സ്വീകരിക്കാൻ വേണ്ടി രൂപതയിലേക്ക് തിരികെ പോകുന്ന സമയത്ത് നൽകിയ വളരെ മനോഹരമായിട്ടുള്ള ഉപദേശങ്ങളും, അദ്ദേഹം കന്തലമെസ്സായുടെ ദിവ്യകാരുണ്യത്തെ സംബന്ധിക്കുന്ന ഒരു പുസ്തകം കയ്യിൽ തന്നിട്ട് ദിവ്യകാരുണ്യനാഥനെ പ്രഘോഷിക്കേണ്ടതിനെ കുറിച്ച് ആവശ്യപ്പെട്ടതും, അത് പ്രാർത്ഥിച്ചൊരുങ്ങി ദിവ്യകാരുണ്യ സന്നിധിയിൽ തന്നെ പ്രാർത്ഥിച്ചൊരുങ്ങി പ്രസംഗിക്കേണ്ടതിനെ കുറിച്ചും ഓർമ്മിപ്പിച്ചതുമൊക്കെ ഇപ്പോഴും നല്ല മരണം വരെയും അത് മനസ്സിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. ദിവ്യകാരുണ്യ നാഥൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ നടത്തുന്ന പഠനങ്ങളും ഒരുക്കങ്ങളും ഒരിക്കലും പാഴായി പോവുകയില്ല. കാരണം നമ്മളല്ല, ദിവ്യകാരുണ്യ നാഥനാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്ന ഉറച്ച ബോധ്യം എനിക്കുണ്ട്. എൻ്റെ കുറേയധികം പ്രസംഗങ്ങൾ യൂട്യൂബ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയ വഴിയൊക്കെ പങ്കുവയ്ക്കാനായിട്ട് ദൈവം അനുഗ്രഹം നൽകിയിട്ടുണ്ട്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ രൂപതയ്ക്ക് പുറത്തുള്ള അച്ഛന്മാർ തന്നെയൊക്കെ കോണ്ടാക്ട് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ ചില നേരങ്ങളിൽ അവർ ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട്, ഏത് കമൻട്രിയാണ്, ഏത് വ്യാഖ്യാന ഗ്രന്ഥങ്ങളാണ് അതിനുവേണ്ടി ഉപയോഗിക്കാറുള്ളത്? പലപ്പോഴും അവരോട് തിരിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള മറുപടി ഇതാണ്: മിക്കപ്പോഴും കമൻട്രികളല്ല എന്നെ അതിന് സഹായിച്ചിട്ടുള്ളത്. കമൻട്രിയുടെ പുസ്തകങ്ങൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. അത് കണക്ട് ചെയ്യാനായിട്ട് പലപ്പോഴും കർത്താവ് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കുമ്പോൾ സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് ഒരുങ്ങി പ്രസംഗം ഒരുങ്ങുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കമൻട്രി. ദൈവശാസ്ത്രജ്ഞന്മാർ കാലാകാലങ്ങളായി എഴുതിയ ബിബ്ലിക്കൽ കമൻട്രി പുസ്തകങ്ങളെക്കാൾ ഭംഗിയുള്ള, ഞാൻ ആരോടാണോ സംസാരിക്കേണ്ടത് അവരോട് എന്ത് പറയണമെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്ന ഗുരുവിൻ്റെ സന്നിധിയിലാണ്, ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മളായിരിക്കുന്നത്. അവിടെ ഇരിക്കുമ്പോൾ ഈശോ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കൃത്യമായി എഴുതി വെച്ച് ക്രോഡീകരിച്ച് ഒരുങ്ങി പറയുന്ന പ്രസംഗങ്ങൾ അത് പാഴായി പോയില്ലെന്ന് ദിവ്യകാരുണ്യൻ നാഥൻ എനിക്ക് സമ്പൂർണമായിട്ട് എൻ്റെ ജീവിതത്തിലൂടെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് മരണം വരെ വളർത്തിക്കൊണ്ടുവരണമെന്നും തുടരണമെന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആത്മീയ ജീവന്റെ അപ്പമായി, നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ, ദിവ്യകാരുണ്യ സ്വരൂപനായി. ആരാധിക്കാം, പാട്ടുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. വർഷങ്ങൾക്ക് മുമ്പ് സൺഡേ ശാലോമിൽ വന്നൊരു ചെറിയ പത്രവാർത്ത ഓർക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ ഒരിടത്ത് പള്ളികളിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നൊരു ബോർഡാണത്. ബോർഡിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഗൂഗിളിൽ തിരഞ്ഞാൽ കിട്ടാത്തതിൻ്റെ ഉത്തരങ്ങൾ ഇവിടേക്ക് തിരയുക, ഇവിടെ കിട്ടും. എന്നിട്ട് പള്ളിയിലേക്ക് ഒരു ആരോ മാർക്ക്. പലപ്പോഴും അനുഭവപ്പെട്ടുള്ളൊരു കാര്യം, ഒരിക്കലും പരിഹാരം കണ്ടെത്താൻ പറ്റാത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ കെൽപ്പുള്ളവനാണ് സക്രാരിലിരിക്കുന്ന ദിവ്യകാരുണ്യനാഥൻ. എൻ്റെ ജീവിതത്തിലെ 2 സംഭവങ്ങൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത് പങ്കുവയ്ക്കുകയാണ്. ഒന്ന്, ഒരു ദേവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. കരുനാഗപ്പള്ളിക്കടുത്ത് മരുതൂർ കുളങ്ങര എന്ന് പറയപ്പെടുന്ന ഇടവക 3 രാജാക്കന്മാരുടെ ദേവാലയമാണ്. വിശുദ്ധ ദേവസഹായം പിള്ളയുടെ പിതാവിൻ്റെ സ്ഥലമെന്നാണ് അത് അറിയപ്പെടുന്നത്. ആ പള്ളി പുതുക്കി പണിയുന്ന സമയത്ത് അനേകം പ്രശ്നങ്ങൾ ഇങ്ങനെ കുമിഞ്ഞുകൂടുകയാണ്. ആദ്യം പള്ളിയിലെ ചില ആളുകൾ തമ്മിലുള്ള തർക്കങ്ങൾ, പിന്നീട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ
പള്ളിപണിയുമായി ബന്ധപ്പെട്ട് കിട്ടേണ്ട സാങ്ഷൻ, മറ്റു കാര്യങ്ങളുടെ തടസ്സങ്ങൾ, ഇതെല്ലാം ഒരു വിധത്തിൽ പരിഹരിച്ചു വരുമ്പോൾ പള്ളിപണി നടത്താനായിട്ട് വരുന്ന, പള്ളിപണിയിൽ ഏർപ്പെടാനായിട്ട് വരുന്ന പണിക്കാരിൽ ഒരാൾ വഴിക്ക് വെച്ച് ആക്സിഡൻറ്റിൽ പെടുന്നു. അങ്ങനെ നിരന്തരമായി പള്ളിപണി മുടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഇടവക ജനത്തോടൊപ്പം ചേർന്ന് ഒരു തീരുമാനത്തിലേക്ക് വരികയാണ്. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ഇത് മുഴുവൻ സമർപ്പിച്ചുകൊണ്ട്, ഈ പ്രശ്നങ്ങൾ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് അതിൻ്റെ പരിഹാരത്തിനായി പ്രാർത്ഥിക്കുക. അതിനടുത്ത തീരുമാനം ഇതായിരുന്നു: ഇടവകയിലെ മുഴുവൻ കുടുംബങ്ങളുടെയും മുഴുവൻ വീടുകളുടെയും മുറ്റത്ത് നിന്ന് ഒരു നുള്ളു മണ്ണ് കൊണ്ടുവരണം കാഴ്ചവെപ്പ് സമർപ്പണ സമയത്ത്. കാഴ്ചവെപ്പിന് ആ നുള്ളു മണ്ണ് കൊണ്ടുവന്ന് അതൊരു പ്രത്യേക പാത്രത്തിലാക്കി അൾത്താരയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ട് അവിടെ ദിവ്യകാരുണ്യം ഉയർത്തി പ്രാർത്ഥിച്ചു, ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചു. ശേഷം ദിവ്യബലി കഴിഞ്ഞ് ദിവ്യകാരുണ്യനാഥനെ അരുളിക്കയിൽ എഴുന്നള്ളിച്ചുകൊണ്ട് ഈ കളക്ട് ചെയ്ത് കാഴ്ചവെപ്പായി കൊണ്ടുവന്ന എല്ലാ വീടുകളുടെ മുമ്പിൽ നിന്നുള്ള ഒരു നുള്ള മണ്ണുമായിട്ട് ജനം ഒരുമിച്ച് ദിവ്യകാരുണ്യനാഥനെ എതിരേറ്റ് പള്ളിപണി നടക്കുന്ന സ്ഥലത്തിന് വലം വെച്ചു. അതിന് ചുറ്റും പ്രദക്ഷിണം വെച്ചതിന് ശേഷം പള്ളിക്കകത്ത് വരികയും പുതുതായി പണിയുന്ന പള്ളിയുടെ അൾത്താരയിൽ ആ മണ്ണ് നിക്ഷേപിച്ചതിന് ശേഷം ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ സമർപ്പിച്ച് ദിവ്യകാരുണ്യ ആശീർവാദം നൽകി, കരുണക്കുന്ന് ചൊല്ലിയതിനു ശേഷം ദിവ്യകാരുണ്യ ആശീർവാദം നൽകി പ്രാർത്ഥിക്കുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസങ്ങൾ തൊട്ട് നമ്മൾ കാണാൻ സാധിച്ചത് അതുവരെ ഉണ്ടായിരുന്ന സകല പ്രശ്നങ്ങളും നീങ്ങിപ്പോകുന്നതായിട്ടായിരുന്നു. അതൊരുപാട് ജനത്തെ സ്വാധീനിച്ചു. ഇന്നും ആ ജനം അത് വളരെ നന്ദിപൂർവ്വം ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ നന്ദിപൂർവ്വം അനുസ്മരിക്കുന്ന ഒരു സന്ദർഭമാണ്. 2014 ഒക്ടോബർ 22 നമ്മുടെ ജോൺ പോൾ II പാപ്പായുടെ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ ആദ്യത്തെ തിരുനാൾ ദിവസമായിരുന്നു ആ ദേവാലയത്തിൻ്റെ ആശീർവാദ കർമ്മം. അവിടുത്തെ യുവജനങ്ങളെ പോലും ദിവ്യകാരുണ്യനാഥനോട് അടുപ്പിക്കത്തക്ക രീതിയിൽ ഉള്ളൊരു വളരെ പ്രചോദനാത്മകമായ സംഭവമായിരുന്നു ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിയ ദിവ്യകാരുണ്യനാഥൻ്റെ ഇടപെടൽ. ഇത് പിന്നീട് അഴീക്കൽ സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയം, കുറെ കൂടി വലിയൊരു പള്ളിയാണ്. ആ ദേവാലയം നിർമ്മിക്കുന്ന സമയത്തും ഇതേ അനുഭവങ്ങളിലൂടെ കടന്നുപോവുകയുണ്ടായി. ദിവ്യകാരുണ്യനാഥൻ്റെ ശക്തമായ ഇടപെടൽ അവിടെയും ഇതുപോലെ ആവർത്തിക്കപ്പെടുന്നതായിട്ട് എനിക്ക് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്തു. മറ്റൊരു സംഭവം ഓർമ്മയിലേക്ക് വരുന്നത്, അതിന് മുമ്പിരുന്ന ഒരു ഇടവകയിലായിട്ട് ഒരു സഹോദരൻ, 23 വയസ്സോളം പ്രായമുള്ള ഒരു സഹോദരൻ കടുത്ത ഒരു വളരെ റെയറായി വരുന്നൊരു അസുഖം പിടിപെട്ട് മെഡിസിറ്റി എന്ന് പറയുന്ന ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ദിവ്യകാരുണ്യം വേണമെന്ന് ആവശ്യപ്പെട്ട് ആ സഹോദരൻ്റെ കൂട്ടുകാർ എന്നെ സമീപിച്ചു. അവരോടൊപ്പം ദിവ്യകാരുണ്യം നൽകാനായിട്ട് പോയി. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, അവൻ്റെ മാതാപിതാക്കളും കൂട്ടുകാരും ഒക്കെ പുറത്ത് വരാന്തയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അകത്ത് കയറി ഈ സഹോദരനെ കാണുമ്പോൾ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ള ആളെയല്ല, തികച്ചും അസ്ഥികൂടമായിട്ട് കിടക്കുന്ന ഒരു മനുഷ്യനെയാണ് അവിടെ കാണാൻ സാധിച്ചത്. ദിവ്യകാരുണ്യനാഥനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാനും അവിടെ വന്ന് അവരോടൊപ്പം കരഞ്ഞു. ആര് കണ്ടാലും കരഞ്ഞു പോകുന്ന ഒരു രംഗം. അതിനുശേഷം പ്രാർത്ഥിച്ച് ഒരുപാട് വിശ്വാസത്തോടു കൂടി തന്നെ ദിവ്യകാരുണ്യനാഥനെ അവൻ്റെ നാവിലേക്ക് വെച്ചു കൊടുത്തു. അധികം ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ അവൻ മെച്ചപ്പെട്ടു വരികയും മെല്ലെ സൗഖ്യം പ്രാപിച്ചു വരികയും വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. പിന്നീട് അവനത് നിർബന്ധമായും ദിവ്യകാരുണ്യം വേണമെന്ന് ആവശ്യപ്പെട്ട് കൂട്ടുകാരെ വിടുകയും മിക്കവാറുമുള്ള ആഴ്ചകളിലൊക്കെ ദിവ്യകാരുണ്യം സ്വീകരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് കുറെ കൂടി ആരോഗ്യം പ്രാപിച്ച ആ അസുഖത്തെ തരണം ചെയ്തവന് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്തു. ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി തരുന്ന ശക്തമായൊരു ഇടപെടലാണ്. അതുപോലെ തന്നെ ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സകല അസ്വസ്ഥതകളുടെയും രോഗാവസ്ഥകളുടെയും മേൽ സൗഖ്യം നൽകാൻ കെൽപ്പുള്ള നാഥനുമാണ്. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദിയിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദിയിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി
ദൈവത്തിൻ നിത്യകുമാരനീശോ. സൂര്യൻ ഇല്ലാതായാൽ ഭൂമിക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുമോ അതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ടാകും ദിവ്യബലിയും ദിവ്യകാരുണ്യവും ഇല്ലാതായാൽ എന്ന് പറഞ്ഞ വിശുദ്ധ പാദ്രി പിയോയെ ഒരുപാട് സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് മനുഷ്യരെ സ്വാധീനിക്കുകയും തൻ്റെ പഞ്ചക്ഷതങ്ങളിലൂടെയും അതിനേക്കാൾ ഉപരി താൻ നൽകിയ കുമ്പസാരം എന്ന കുദാശയിലൂടെയും അർപ്പിച്ച മണിക്കൂറുകളെടുത്ത് അർപ്പിച്ച ദിവ്യബലികളിലൂടെയും അനേകം മനുഷ്യരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ച ആ വിശുദ്ധനെ ഓർക്കുകയാണ്. വിശുദ്ധ പാദ്രി പിയോ ദിവ്യബലി അർപ്പണ സമയത്തിന് വേണ്ടി ഒരുങ്ങിയതിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വായിക്കാൻ സാധിക്കും. അങ്ങനെ ഒരുങ്ങിയതിൻ്റെയും ആ ഒരുക്കത്തോടുകൂടി അർപ്പിച്ച ദിവ്യബലിയിൽ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങളെയും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അത് എൻ്റെ ദിവ്യബലി അർപ്പണത്തിലും ഞാൻ അത് പകർത്താൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദിവ്യബലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ ആയ കാസയും പീലാസയും ഉയർത്തുന്ന സന്ദർഭം. അനേകം മനുഷ്യർ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളതിൽ നിന്നും ഏറ്റവും അത്യാവശ്യമുള്ളതൊക്കെ തിരഞ്ഞെടുത്ത് കാസ ഉയർത്തുന്ന സമയത്തും പീലാസ ഉയർത്തുന്ന സമയത്തും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ആ കൃത്യമായും ഓർത്ത് ആ വ്യക്തികളുടെ പേര് പറഞ്ഞ് മനസ്സിൽ പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി ശ്രമിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയും ദിവ്യകാരുണ്യനാഥൻ നടത്തി തന്നിട്ടുമുണ്ട്. ഏറെ പ്രത്യേകിച്ച് കാസ ഉയർത്തുന്ന സമയത്ത് ദിവ്യകാരുണ്യത്തിൻ്റെ ഭാഗമായി തിരുരക്തത്തിൻ്റെ ഉള്ളിൽ ആ മനുഷ്യരെയും അവരുടെ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കാറുണ്ട്. അത് മുൻപ് ചില സ്ഥലങ്ങളിൽ പ്രസംഗത്തിൽ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് പലരും അത് അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട് തന്നെ ദിവ്യബലി അർപ്പിക്കുന്നതിന് മുമ്പ് വന്ന് ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ അവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ പാദ്രി പിയോയുടെ ദിവ്യകാരുണ്യനാഥനുള്ള വലിയ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കാനുള്ളൊരു വസ്തുത, ആ തിരുരക്തം ഉൾക്കൊള്ളുന്ന കാസ അത് കാണുമ്പോൾ അതിൻ്റെ ആ വക്ക് കാണുന്ന സമയത്ത് അത് യേശുനാഥന്റെ വിലാവിലെ ആ തിരുമുറിവിന്റെ ഭാഗമായി കാണുകയും കാസ തിരുരക്തത്തോടൊപ്പം ചുണ്ടോടടുപ്പിക്കുന്ന സമയത്ത് ആ തിരുവിലാവിലോട് ചുണ്ട് ചേർത്ത് പിടിച്ച് തിരുരക്തം കുടിക്കുന്ന അനുഭവത്തോടു കൂടിയാണ് തിരുരക്തം പാനം ചെയ്യാറുള്ളത്. ആ തിരുരക്തത്തിന്റെ മഹനീയത, ദിവ്യകാരുണ്യത്തിന്റെ മഹത്വം, അത് നമ്മളിൽ വരുത്തുന്ന മാറ്റങ്ങളും നൽകുന്ന അനുഗ്രഹങ്ങളും ഓർത്തുകൊണ്ട് തന്നെ വളരെ ബോധ്യത്തോടു കൂടി അത് സ്വീകരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. മറ്റൊരു കാര്യം ഓർക്കുന്നത്, പലപ്പോഴും നമ്മുടെ വിശ്വാസികളുടെ സമൂഹത്തിൽ ദിവ്യകാരുണ്യനാഥനോട് ഏറ്റവും അടുത്ത് നിൽക്കേണ്ടത് കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആയിരുന്ന ഇടവുകളിലൊക്കെ ഒരു കുഞ്ഞു സംഘടന, ഫ്രണ്ട്സ് ഓഫ് ജീസസ് എന്നൊരു സംഘടന രൂപീകരിക്കാറുണ്ടായിരുന്നു. ഒറ്റ ഉദ്ദേശമേ അതിനുള്ളൂ, ഒരു ദിവസവും മുടങ്ങാതെ ദിവ്യബലിയിൽ പങ്കെടുക്കണം. അത് ആദ്യ കുർബാന സ്വീകരിച്ച് ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ തുടങ്ങിയ കുഞ്ഞുങ്ങളാണെങ്കിലും അല്ലെങ്കിലും ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലെത്തണം, ദിവ്യബലിയിൽ പങ്കെടുക്കണം. അത് കുർബാന സ്വീകരിച്ച് തുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ കുർബാന മുടങ്ങാതെ കുമ്പസാരിച്ചൊരുങ്ങി 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിച്ചൊരുങ്ങി കുർബാന സ്വീകരിക്കണം. ഇങ്ങനെ നിർബന്ധത്തോടുകൂടി ഞാൻ കുട്ടികളെ പല കാര്യങ്ങളിലൂടെയും ആകർഷിച്ചു കൊണ്ടുവന്ന ഒരു സംഘടനയാണ് ഫ്രണ്ട്സ് ഓഫ് ജീസസ്. ഈ സംഘടനയിലൂടെ ഞാനിരുന്ന പള്ളികളിൽ ഈ സംഘടനയിൽ ഉൾക്കൊണ്ടിട്ടുള്ള കുട്ടികളൊക്കെയും തന്നെ നല്ല നിലയിലേക്ക് വളർന്നു പോയിട്ടുള്ളതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവർ വഴിതെറ്റിപ്പോകുന്നതായി കാണാൻ സാധിച്ചിട്ടില്ലൊരിക്കലും. അവർ കൃത്യമായും അവരുടെ പഠനം സത്യസന്ധതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി പൂർത്തീകരിച്ച് നല്ല ഉപരിപഠനങ്ങൾക്ക് വേണ്ടി പോയിട്ടുള്ളതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് നിൽക്കുമ്പോൾ ദിവ്യകാരുണ്യനാഥൻ കുഞ്ഞുമക്കളെ വളർത്തും എന്നുള്ള ബോധ്യത്തിലായിരുന്നുകൊണ്ട് പറ്റുന്ന എല്ലാവരും തന്നെ എല്ലാ ദിവസവും കുഞ്ഞുങ്ങളെ കുർബാനയിൽ പങ്കെടുപ്പിച്ച് കുർബാന വിശുദ്ധിയോടുകൂടി സ്വീകരിച്ച് വളരാനായിട്ട് സഹായിക്കേണ്ടത് വലിയൊരു തിരുസഭയുടെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ദിവ്യകാരുണ്യനാഥനെ ഉൾക്കൊള്ളുവാനായിട്ട് കടന്നു വരുന്ന കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ളത് ഒറ്റ കാര്യമാണ്, ഇതൊരു ചടങ്ങോ ആചാരമോ ആയി കാണാതെ ഒരു വ്യക്തിബന്ധമായി അതിനെ കാണാൻ ശ്രമിക്കുക. അതായത് നീ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് നീ സംസാരിക്കുന്നു, ദിവ്യകാരുണ്യനാഥനോട് നീ സംസാരിക്കുന്നു.
നീ വചനം വായിക്കുമ്പോൾ ദിവ്യകാരുണ്യനാഥൻ തിരിച്ച് നിന്നോട് സംസാരിക്കുന്നു. കുമ്പസാരിക്കുമ്പോൾ നിന്റെ പ്രശ്നങ്ങൾ പറയുകയും ദിവ്യകാരുണ്യനാഥൻ നിന്നോട് വൈദികനിലൂടെ സംസാരിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കുർബാന സ്വീകരിക്കാൻ വരുന്ന സമയത്ത് കൂടെ പോരുന്നോ കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ കൈപിടിച്ച് നിന്റെ കൂടെ കർത്താവ് ഇറങ്ങി വരികയും ചെയ്യുന്നു. അതാണ് ദിവ്യകാരുണ്യ സ്വീകരണം. ഇത്തരത്തില് ഒരു വ്യക്തിബന്ധമായി കുദാശയെ, ഏറ്റവും പ്രത്യേകിച്ച് ദിവ്യകാരുണ്യം എന്ന കുദാശയെ സ്വീകരിക്കാനായിട്ട് സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം വളരെ വലുതായിരിക്കും. ഞാനിപ്പോൾ സേവനം ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബിഷപ്പ് ബെൻസിഗർ പഞ്ചകർമ്മ ആയുർവേദ സെന്ററിലാണ്. കൊല്ലം രൂപതയുടെ ഒരു പുതിയ ഒരു സംരംഭമാണ്. ഇവിടെ ചികിത്സയ്ക്കായിട്ട് അനേകർ കടന്നു വരാറുണ്ട്. ഇവിടെ ഇൻപേഷ്യൻസ് ആയിട്ട് ഇവിടെ സ്റ്റേ ചെയ്ത് ചികിത്സ നടത്തുന്ന ആളുകളുണ്ട്. അവർക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസികൾക്ക്, അക്രൈസ്തവരായ പോലും അവർ ചികിത്സയിലായിരിക്കുന്ന ഇടത്തിൽ ഉള്ള ചാപ്പലിലെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും അവർക്ക് കിട്ടുന്ന ചികിത്സയോടൊപ്പം നാഥൻ നൽകുന്ന വലിയ സൗഖ്യം കൂടി അവർ സ്വീകരിച്ചുകൊണ്ടാണ് തിരികെ പോകാറുള്ളത്. ഒരു ആയുർവേദ സെൻ്റർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ചികിത്സയോടൊപ്പം വളരെ സ്വസ്ഥമായ മനഃശാന്തിയോടുകൂടി ആയിരിക്കാൻ പറ്റുന്ന ഒരു പരിസ്ഥിതി ഇവിടെ ഉണ്ട്. അവിടെ ദിവ്യകാരുണ്യനാഥൻ്റെ ഇടപെടൽ കുറെ കൂടി ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കാൻ, കേൾക്കാനും, ദിവ്യകാരുണ്യനാഥനെ കേൾക്കാനും ആ സാന്നിധ്യം ആസ്വദിക്കാനും പറ്റുന്നൊരു സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർ മാത്രമല്ല, മാനസികമായിട്ട് തകർന്നിരിക്കുന്നവരും കുറച്ച് സ്വസ്ഥത ആഗ്രഹിക്കുന്നവരും ഒക്കെ ഇവിടേക്ക് കടന്നു വരികയും ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹം ആസ്വദിക്കുകയും ആ സ്വസ്ഥത ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് തിരികെ പോകാറുണ്ട്. ദിവ്യകാരുണ്യനാഥൻ്റെ വലിയ സ്നേഹം നമുക്ക് ഏവർക്കും എപ്പോഴും കൂട്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥൻ്റെ വലിയ സ്നേഹത്തെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കാൻ കിട്ടിയ ഈ അവസരത്തെ കുറിച്ചുകൊണ്ട് നാഥന് നന്ദി അർപ്പിക്കുന്നു. തുടർന്നും മരണം വരെയും ദിവ്യകാരുണ്യനാഥൻ്റെ വലിയൊരു സാക്ഷിയായി നിലനിൽക്കുവാനും അനേകരിലേക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹം എത്തിച്ചു നൽകുവാനും സാധിക്കുന്ന ഒരു പുരോഹിതനായി ജീവിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ,